ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു ഡാൻസ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. അതിനു മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിൽ ആദ്യമായിട്ട് എനിക്ക് ഒരുപാട് താങ്ക്സ് ആണ് പറയാനുള്ളത്. കാരണം ഞാൻ ഇതുവരെ എൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് ഇത്രയും പേര് കണ്ടിട്ടില്ല. അതായത് ഒരു ദിവസം കൊണ്ട് 3000 പേരൊന്നും കണ്ടിട്ടില്ല. അതിലുപരിയായിട്ട് ഇത്രയും സബും കൂടിയിട്ടില്ല. അപ്പോൾ അതിനൊക്കെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോസ് എല്ലാവർക്കും അത്രയും പേർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല കുറേ പേര് എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും വീഡിയോ ചെയ്യണം, സ്റ്റെപ്സ് എല്ലാം കുറച്ചും കൂടെ സിമ്പിളാണ്, എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനത്തെ ഒരു രീതിയിലാണ് സ്റ്റെപ്സ് ചെയ്തിരിക്കുന്നത്, ഇനിയും പുതിയ പുതിയ വീഡിയോസ് ചെയ്യണം, ഞങ്ങൾ വെയിറ്റിംഗിലാണ്. പിന്നെ അങ്ങനെ ഒരുപാട് കമന്റ്സ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ജേണി തുടങ്ങിയതിന് ശേഷം ഇത്രയും കമന്റുകളും ഇത്രയും കിട്ടുന്നത്. ആ ഒരു സന്തോഷം എന്താണെന്ന് നിങ്ങളുമായിട്ട് ഞാനിപ്പോൾ ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അമ്മമാര് ഇതുപോലെ ഡാൻസ് പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് എവിടെയും പോയി ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോയി പഠിക്കാൻ പറ്റാത്ത അമ്മമാരുണ്ട്. അതല്ലെങ്കിൽ മറ്റുള്ള കുടുംബ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വീട്ടിൽ മക്കളുണ്ട്, അപ്പൊ അവർക്ക് അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. സ്കൂളിൽ മക്കളെ വിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന അമ്മമാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ഒരു ഷോർട്സ് പോലെയുള്ള കുഞ്ഞു കുഞ്ഞ് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാമെന്നുള്ള തീരുമാനത്തിലെത്തിയത് തന്നെ. നമുക്ക് ഇപ്പോൾ ടീനേജേഴ്സ് ഒക്കെ ചെയ്യണ പോലെയുള്ള ഭയങ്കരമായിട്ടുള്ള ഹെവി ആയിട്ടുള്ള സ്റ്റെപ്സ് ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മാരേജ് ഫംഗ്ഷൻ, ബർത്ത്ഡേ പാർട്ടി, അതല്ലെങ്കിൽ പിന്നെ ഓണം, ക്രിസ്മസ്, പിന്നെ എന്താ പറയുക, റംസാൻ, ബക്രീദ്, ഓണം, വിഷു, ഇങ്ങനെയൊക്കെ ഉള്ള സെലിബ്രേഷൻസ് വരുമ്പോൾ അതിൽ ഈ ടീനേജേഴ്സ് പെർഫോം ചെയ്യുമ്പോൾ ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കുന്ന ചില അമ്മമാരില്ലേ, അവർക്ക് വേണ്ടിയിട്ടാണ് അയ്യോ ഞങ്ങൾക്കും ഒന്ന് സ്റ്റേജിൽ കയറി ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന കുറച്ച് അമ്മമാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഷോർട്സിന്റെ ഒരു ഷോർട്സ് രീതിയിലുള്ള ഈ ഡാൻസ് ടീച്ചിങ് മെത്തേഡ് ചെയ്യാമെന്ന് കരുതിയിരിക്കുന്നത്. ഇപ്പോൾ ഡാൻസിന്റെ ഒരു സ്റ്റെപ്പും അറിയില്ല, ഒന്നും പഠിച്ചിട്ടില്ല, ഒരു കൈയോ കാലോ ഇങ്ങനെ എടുത്ത് വെക്കാൻ പോലും അറിയാത്ത ഏതൊരാൾക്കും പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകുന്ന രീതിയിൽ അത്രയും സ്ലോ ആയിട്ടും സ്ലോവിൽ നിന്ന് എങ്ങനെയാണ് സ്പീഡിലേക്ക് വരുന്നതും അങ്ങനെയാണ് നമ്മളുടെ ഈ ഡാൻസിന്റെ ക്ലാസ് പോകുന്നത്. പിന്നെ ഞാൻ അതിലൊരു കമന്റ് കണ്ടു, കുറച്ചുകൂടെ പഴയ പാട്ടുകൾ സെലക്ട് ചെയ്യാമോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ പഴയ പാട്ട് നമുക്ക് ഡാൻസ് ഷോർട്സ് ആയിട്ട് ചെയ്താൽ എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ടു. തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റിൽ പറയൂട്ടാ. കമന്റിൽ പറയുമ്പോൾ നമുക്ക് ആ പാട്ട് ഏത് പാട്ടാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേ ആ പാട്ട് നോക്കിയിട്ട് അത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ പഠിപ്പിക്കുമ്പോൾ അറിയില്ല എനിക്ക് നിങ്ങളുടെ ടേസ്റ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ പാട്ടുകളാണ് നിങ്ങൾക്ക് ഇഷ്ടം, അതറിയില്ല എനിക്ക്. ഇതാവുമ്പോൾ നിങ്ങൾ കമന്റ് ഇടുമ്പോൾ അങ്ങനെ മനസ്സിലാക്കിയിട്ട് എനിക്ക് ചെയ്യാം. പക്ഷെ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ കൂടെ പറയൂ. അപ്പൊ നമുക്ക് രണ്ടു കൂട്ടർക്കും കൂടെ അങ്ങനെ മിക്സ് ചെയ്തിട്ട് ക്ലാസ്സുകൾ പോവാം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഡാൻസ് വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹലോ എന്ന് പറയുന്ന മൂവിയില് നമ്മളുടെ പ്രിയപ്പെട്ട ലാലേട്ടനും പിന്നെ പാർവതി മെൽട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതുമുഖ നായിക ഉണ്ടായിരുന്നു. അവരും കൂടെ ഒരുമിച്ച് അഭിനയിച്ച ആ സിനിമയിലെ മഴവില്ലിൻ നീലിമ കണ്ണിൽ മഴവില്ലിൻ ശോണിമ ചുണ്ടിൽ, ആ പാട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോവാം. സ്റ്റെപ്പാണ് കേട്ടോ കാണിക്കുന്നത്. മഴവില്ലിൻ ഓക്കെ. കാലിങ്ങനെ വെക്കുന്നു, റൈറ്റ് ലെഗ് ഇങ്ങനെ ഇത്തിരി ഒടിച്ചു വെക്കുന്നു, ബെൻഡ് ചെയ്യുന്നു, എന്നിട്ട് ലെഫ്റ്റ് ലെഗ് ഇങ്ങനെ നീട്ടിക്കൊടുക്കുക, എന്നിട്ട് കൈ വിടുന്നു. മഴവില്ലിൻ. അത് മുദ്ര പിടിക്കുന്നത് അതൊന്നും നോക്കണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ മഴവില്ലിൻ. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നീലിമ. ഓക്കെ, 1 2 1 2 ഇതാണ് വേണ്ടത്. കയ്യ് ഇങ്ങനെ ഒന്നൊരു വേവ് പോലെ ചെയ്യുക. കാല് 1 2 1 2 മുഴുവനായിട്ട് തിരിയുക. അതായത് റൈറ്റ് ലെഗ് തന്നെയാണ് കേട്ടോ. അതെടുത്ത് ലെഫ്റ്റ് സൈഡിലോട്ട് പോവാം.
ഓക്കെ 1 2 1 2 പൊക്കി വെക്കുക 1 2 1 2 അപ്പൊ പൊക്കി വെക്കുമ്പോ ഈ കാലൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പൊക്ക 1 2 1 2 അപ്പൊ ഈ 2 സ്റ്റെപ്പും കൂടെ കാണിക്കാം. അതായത് മഴവില്ലിൻ ഒറ്റ പ്രാവശ്യം, ഈ സ്റ്റെപ്പ് 2 പ്രാവശ്യം, മഴവില്ലിൻ നീലിമ. ഈ സ്റ്റെപ്പ് 2 ടൈം കൊടുക്കുക. ഇത് ഒരു വട്ടം, ഇത് 2 പ്രാവശ്യം ചെയ്യാം. ഓക്കെ, നീലിമ കണ്ണിൽ നിന്നുണ്ട്. അപ്പൊ നീലിമ കണ്ണിൽ ഇതും കൂടെ ചേർത്ത് 1 2 3 ഇത് ചെയ്യാം. 1 2 ഓക്കെ 2 ടൈമേ ഉള്ളൂ. 1 2 ഓക്കെ. നമുക്കപ്പോ ഇതൊന്ന് ഒരുമിച്ച് ചെയ്ത് നോക്കാം. മഴവില്ലിൻ നീലിമ കണ്ണിൽ. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും അഗെയിൻ ഇത് തന്നെ വരുന്നുണ്ട്. അപ്പോ ഇത് ലെഫ്റ്റ് സൈഡിലോട്ട് ചെയ്യാം. നമ്മളിത് റൈറ്റ് സൈഡിലോട്ടല്ലേ ആദ്യം ചെയ്തേ. മഴവില്ലിൻ, അതായത് ഇങ്ങനെ വെച്ച കാലെടുത്ത് ലെഫ്റ്റ് ലെഗിന്റെ അടുത്തോട്ട് വെക്കുക. സെയിം എങ്ങനെയാണ് നമ്മൾ റൈറ്റ് ചെയ്തത് അതുപോലെ തന്നെയാണ് ലെഫ്റ്റിലേക്കും. മഴവില്ലിൻ നീലിമ, അത് നീലിമ. ഓക്കെ, അപ്പോ സെക്കൻഡ് അതായത് ലെഫ്റ്റ് സൈഡ് എടുക്കുമ്പോ ഈ മഴവില്ല് മാത്രമേ സെയിം ആയിട്ട് എടുക്കുള്ളൂ. നെക്സ്റ്റ് അതിന്റെ അടുത്ത സ്റ്റെപ്പുകൾക്കൊക്കെ മാറ്റമുണ്ട്. അപ്പൊ നോക്കാം. നമ്മൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. മഴവില്ലിൻ നീലിമ കണ്ണിൽ 1 2 3 4. ഓക്കെ, ഒന്നുകൂടെ ചെയ്യാം. ഇത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മഴവില്ലിൻ സെയിം ആസ് നമ്മള് ഫസ്റ്റ് ചെയ്ത പോലെ തന്നെയാണ് അത്. ഇനി നെക്സ്റ്റ് വരുന്നത് 1 2 3 4 1 2 3 4 1 2 3 4. വെറുതെ ചവിട്ടി കൊടുക്കുക കാല്. 1 2 3 4 1 2 3 4. വലത് കാല് മുന്നോട്ട് വെക്കുമ്പോ അവിടെ ഒരു ചവിട്ട്, പിന്നെ ബാക്കിലെ കാലിൽ ഒരു ചവിട്ട്, വീണ്ടും റൈറ്റ്, വീണ്ടും ലെഫ്റ്റ്. ഇതാണ് കാല്. കൈ വെറുതെ 1 2 3 4 1 2 3 4. കൈ ഇങ്ങനെ പൊക്കി കൊടുക്കുക. അതാണ് അതിന്റെ ഭംഗി. അപ്പോ കൈയും കാലും കൂടെ ചേർത്തുകൊണ്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 1 2 3 4 1 2 3 4. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് 1 2 3 4 1 2 3 4. ഇത് പാട്ടിൽ ചെയ്യുമ്പോൾ എണ്ണം നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഞാൻ ഷോർട്സ് ഇടുമല്ലോ, ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ എണ്ണം നോക്കുക, ഞാൻ എത്ര എണ്ണം വെച്ചാണ് ചെയ്യണേന്ന്. അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. ഓക്കെ, അപ്പോ ഒന്നുകൂടെ നോക്കാം. 2 കൂടെ ചേർത്തുകൊണ്ട് നോക്കാം. മഴവില്ലിൻ നീലിമ കണ്ണിൽ. ലെഫ്റ്റ് സൈഡിലോട്ടുള്ളത് മഴവില്ലിൻ ചോണിമ ചുണ്ടിൽ. 1 2. ഓക്കെ, ഇനി ഒരു സ്പീഡിലുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാലിങ്ങനെ നിരക്കലാണ്. ആദ്യം സ്റ്റെപ്പ് കാണിച്ചു തരാം, എന്നിട്ട് അതിന്റെ സ്ലോവിലുള്ള കാണിച്ചു തരാം. ഇതാണ് സ്റ്റെപ്പ് വരുന്നത്. അപ്പൊ കാലെങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഇതില് നമ്മളുടെ വിരലുകളിലാണ് നിക്കണത്. ആദ്യം റൈറ്റ്, പിന്നെ ലെഫ്റ്റ്, പിന്നെ റൈറ്റ്, പിന്നെ ലെഫ്റ്റ്. സ്പീഡിലുള്ളതല്ലേ ചെയ്യണത്. അപ്പൊ അത് കാലിങ്ങനെ 1 2 3 1 2 3 1 2 3 1 2 3 ഇങ്ങനെ പോവാ. വെറുതെ ഇങ്ങനെ 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 നിരക്കാം. അത് കുറച്ചും കൂടെ സ്പീഡില്. കൈ ഇങ്ങനെ, അതിന്റെ കൂടെ ബോഡിയും കൂടെ ചെയ്യാം. അത് കഴിഞ്ഞാൽ ഒരു കറങ്ങാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറങ്ങാ, എന്നിട്ട് ഓടി വരിക. ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ കാല് നിരക്കി ഓടി വരിക. നെക്സ്റ്റ് ലൈൻ്റെയാണ് കാണിക്കുന്നത്.
ഇങ്ങനെ ഒന്ന് ചരിഞ്ഞ് നിന്നിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, 1 2. എങ്ങനെയാണ്? കൈ ഇങ്ങനെ പിടിക്കുക. 1 2. ഇവിടെ ചവിട്ട പൊങ്ങ, ചവിട്ട പൊങ്ങ, ചവിട്ട പൊങ്ങ. ഇതാണ് ചെയ്യുന്നത്. കൈ ഇങ്ങനെ 2 വട്ടം കറക്കം. 2 വട്ടല്ല, 2 കാലിന് ഒരു കൈ. 1 2. ഓക്കെ, ഒന്നുകൂടെ. 1 2 1 2. ഇങ്ങനെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിനോട് ചേർന്ന് വരുന്ന സ്റ്റെപ്പ് 1 2 1 2. ഓക്കെ, വീണ്ടും ഈ സെയിം സ്റ്റെപ്പ് ഉണ്ട്. 1 2 കളിച്ചു കഴിഞ്ഞാൽ 1 2 1 2. അപ്പോൾ ഈ 2 സ്റ്റെപ്പും കൂടെ ഒരുമിച്ച് ചെയ്യാം. 1 2 1 2 1 2 1 2. ഓക്കെ, ഇതും മനസ്സിലായിട്ടുണ്ടോന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ ചെയ്യാം സ്ലോവില്. 1 2 1 2 1 2 1 2 1 2. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ്. അടുത്ത 2 സ്റ്റെപ്പോട് കൂടി നമ്മളുടെ ഈ ക്ലാസ് അവസാനിക്കുകയാണ് കേട്ടോ. അപ്പൊ അത് നോക്കാം. 1 2 3 4. ഓക്കെ, പാവാട ഉണ്ടെങ്കിൽ അത് പിടിച്ചിട്ട് ചെയ്യാം. 1 2 3 4. ഓക്കെ, ഒന്നുകൂടെ ചെയ്യാം. 1 2 3 4. ഓക്കെ, ഒന്നുകൂടെ സ്പീഡിലാണ് ഞാൻ, സ്ലോവില് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. 1 2 3 4. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. ഒന്നും കൂടെ ചെയ്യാം. ഇതിന്റെ എൻഡിലെ സ്റ്റെപ്പ് ഇതല്ല, ഒരു ചെറിയ സ്റ്റെപ്പും കൂടെ ഉണ്ട്. അതും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ 30 മിനിറ്റ് അല്ല സോറി അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ 30 സെക്കൻഡ് പാട്ട് ക്ലാസ് ഇതുവരെ കഴിയാണ്. ഇപ്പൊ നോക്കാതെ ഒന്നും കൂടെ ചെയ്യാം. റെഡി? 1 2 3 1 2 3 4 ചെയ്യാം. എന്നിട്ട് ഒരു പ്രാവശ്യം കൂടെ 1 2 3 4. എന്നിട്ട് പാവാടയോ അല്ലെങ്കിൽ ചുരിദാറോ ആണ് ഇട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരാം. ഓക്കെ, ഇതാണ് എൻഡിങ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളുടെ വീഡിയോ കാണുക. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക, ഷോർട്സ് ചെയ്ത് നോക്കുക. എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മുമ്പിട്ട വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ട് ഈ ഒരു വീഡിയോയ്ക്കും തരണം. അപ്പോൾ എല്ലാവരും പഠിച്ചിട്ട് എങ്ങനെയുണ്ട്, സിമ്പിളാണോ, ഓക്കെ ആണോ എന്ന് പറയുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയൂ. ആ വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാം സെറ്റല്ലേ? ഓക്കെ, ബൈ.